അമ്പിളി എന്താ? നീ എവിടെ പോവാ? കിടക്കുന്നില്ലേ? കിടക്കാനാ പോകുന്നത്. കൊച്ചങ്ങളും സരോജിനി എന്റെ അപ്പുറത്തെ മുറിയിലുണ്ട്. ഞാനിനി മുതൽ അവിടെയാ കിടക്കുന്നത്. അമ്പിളി എടി, അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ കാണിച്ചു പോയി. ചെയ്യാൻ പാടില്ലാത്ത നീ എന്നോട് ക്ഷമിക്കേ. നിങ്ങളോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോ മുതല് ഞാൻ ക്ഷമിച്ചിട്ടല്ലേ ഉള്ളൂ. നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ക്ഷമിച്ചെന്ന് എന്നെ കൊണ്ട് എണ്ണി പറയിപ്പിക്കണോ രഘുവേട്ട? അന്ന് താന്തോന്നിയായിട്ട് നടന്ന നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരാനാ ഞാൻ പലതും ക്ഷമിച്ചതും സഹിച്ചതും. അതിന് ഫലം ഉണ്ടായി. രഘു ഇപ്പൊ എല്ലാവർക്കും പ്രിയങ്കരനാണല്ലോ. ആര് വിളിച്ചാലും ഓടിയെത്തും, എന്ത് സഹായം ചെയ്തു കൊടുക്കും. ഒന്നിനും ഒരു പ്രതിഫലവും വേണ്ട, എല്ലാവർക്കും എല്ലാം സൗജന്യം. അവസാനം അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞ പോലെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞ അവളെ പിടിച്ചങ്ങ് തല്ലും. എന്റെ അമ്പിളി അടിച്ചത് തെറ്റായിപ്പോയി, നീ എന്നോട് ക്ഷമിക്കേ. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ചതിന് നീ രണ്ടടി തിരിച്ചടിച്ചോ, പ്രശ്നം തീർന്നില്ല. എന്നെ കൊണ്ട് തിരിച്ചടിപ്പിക്കല്ലേ രഘുവേട്ടാ, അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്, അതാ നിങ്ങൾക്ക് നല്ലത്. നിർത്ത്, നീ ഒരുപാട് അങ്ങോട്ട് ഓവറാക്കല്ലേ അമ്പിളി. ഓവറാക്കിയ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? ഇതേ എന്റെ വീടാ, ഇവിടെ നിങ്ങൾ എന്നെ ഭരിക്കണ്ട. എടി, നീ ഇതെന്താ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? നല്ല ബോധത്തോടെ തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. സ്വന്തമായി ഒരു വീടില്ലാത്തതാ രഘുവേട്ട നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. നിങ്ങൾക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കൂ. ഇതിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഭാര്യ വീട്ടിൽ ഭാര്യയും മകളും എങ്ങനെയും ജീവിച്ചു പൊക്കോളും. അവളുടെ അച്ഛനോ അനിയത്തിമാരോ അല്ലെങ്കിൽ സരോജിനി എന്തെങ്കിലും കൂട്ടിന് കാണും. അപ്പൊ നിങ്ങൾക്ക് സുഖമല്ലേ? ഒന്നും ആലോചിക്കാതെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ എവിടെ വേണമെങ്കിലും പാറി നടക്കാം. പക്ഷെ ഞാനിവിടെ ജീവിക്കുന്നത് ഒരു വേലക്കാരിയെ പോലെയാ. മാറി മാറി വന്ന് താമസിക്കുന്ന അനിയത്തിമാരെയും അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു വേലക്കാരി. എനിക്കവരെ നോക്കിയല്ലേ പറ്റൂ. ഞാനും നിങ്ങളും നമ്മുടെ മോളും ജീവിക്കുന്നത് ഇവിടുത്തെ അച്ഛന്റെ ചെലവിലല്ലേ. അഭിമാനമുള്ളവർക്ക് വെറുതെ ഇരുന്നങ്ങ് തിന്നാൻ പറ്റില്ല. അതുകൊണ്ടാ ഈ കുടുംബത്തിലെ മൂത്തവളായിട്ടും ഞാൻ വളർത്തി വലുതാക്കിയ അനിയത്തിമാരെ അനുസരിച്ച് എനിക്ക് ജീവിക്കേണ്ടി വരുന്നത്. ഇതിനൊക്കെ കാരണം നിങ്ങൾ ഒറ്റയൊരുത്തനാ. അമ്മാവനോടുള്ള ആദരവും ബഹുമാനവും പറഞ്ഞ് കൂടെ നിന്ന് എന്റെ ജന്മം നിങ്ങൾ തൊലച്ചത് രഘുവേട്ട. എന്നിട്ട് ആ അച്ഛൻ നിങ്ങളെ മനസ്സിലാക്കിയോ? അല്ല, ആരെങ്കിലും മനസ്സിലാക്കിയോ? ചുമട്ടുകാളെ പോലെ അവർക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതല്ലാതെ ആരെങ്കിലും ഇന്ന് വരെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വെച്ച് തന്നിട്ടുണ്ടോ? അല്ല, ഇനി തരൂന്ന് വിചാരിക്കുന്നുണ്ടോ? വേണ്ടമ്പിളി, എനിക്ക് ആരുടെ ഒന്നും വേണ്ട. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല രഘു എല്ലാം ചെയ്ത. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജന്മം പാഴാക്കാൻ തീരുമാനിച്ചയാള് സ്വന്തമായിട്ട് ഒരു കുടുംബം ഉണ്ടാക്കരുത് രഘുവേട്ട. നല്ല തണ്ടും തടിയുള്ളവനെ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞുമായിട്ട് വീണ്ടും അച്ഛന്റെ ചെലവില് അച്ഛന്റെ വീട്ടിൽ കഴിയാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് ചിലപ്പോ ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് ഒരു അന്തസ്സായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അമ്പിളി, ഇതെന്റെ ഭാര്യ വീട് മാത്രമല്ല, എന്റെ അമ്മാവന്റെ വീട് കൂടിയാ. ഈ കുടുംബത്തിന് വേണ്ടിയാ എനിക്കുണ്ടായിരുന്ന ചെറിയൊരു വീട് പോലും ഞാൻ വിറ്റത്. ഈ കണക്കൊക്കെ എന്നോടല്ല പറയേണ്ടത്, അമ്മാവന്റെ അടുത്ത് പോയി പറ. എന്നിട്ട് അമ്മാവന്റെ കുടുംബത്തിന് വേണ്ടി വിറ്റ വീടിന്റെ കാശ് കണക്ക് പറഞ്ഞ് വാങ്ങിച്ച് വേറൊരു വീടെടുത്ത് എന്നെ മോളെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോ. അതല്ല വീണ്ടും ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ദേ, എന്റെ കുഞ്ഞിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. നിങ്ങളുടെ ആരുടെയും സഹായം ഇല്ലാതെ അന്തസ്സോടെ അമ്പിളിയും മോളും ജീവിക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നോക്കിക്കോ.